യെസ് ഡോക്ടർ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ രാമരാജ്യ സങ്കല്പം അത് വീണ്ടും യാഥാർത്ഥ്യമാകുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെയൊക്കെ ഒരു സുത്വബോധം തന്നെയാണ് ഈ രാമരാജ്യ സങ്കല്പം എന്ന് പറയുന്നത്, രാമൻ്റെ കഥ എന്ന് പറയുന്നത്, രാമൻ്റെ അയനം എന്ന് പറയുന്നത്. ഈ ഒരു സംസ്കാരത്തെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തിരസ്കരിക്കുന്ന രാഷ്ട്രീയ സമീപനമാണ് ചില പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കുന്നത്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനവും അതുമായി ബന്ധപ്പെട്ട വാദകോലാഹലങ്ങളുമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അത്തരത്തിൽ ബോധപൂർവം നമ്മുടെ സംസ്കാരത്തെയും സംസ്കൃതിയെയും തിരിച്ചറിയുന്ന ആ രാഷ്ട്രീയ ഇടപെടലിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്താൻ ശ്രമിക്കുന്നത്? ഒരുപക്ഷെ ആ ഒരു രാഷ്ട്രീയ ഇടപെടൽ പോലും വിഭിന്ന അഭിപ്രായങ്ങൾ കൂടി പ്രകടമാണ്. കോൺഗ്രസിനുള്ളിൽ ഭിന്നാഭിപ്രായം പ്രകടമാണ്, തൃണമൂലിൽ പ്രകടമാണ്, എല്ലാ പ്രതിപക്ഷത്തിൻ്റെ സഖ്യത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ സാഹചര്യത്തിലും ആ ഭിന്നാഭിപ്രായം പ്രകടമാണല്ലോ. ആ ഒരു സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? അല്ല, അത് ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ വിശേഷിച്ച് നടക്കുന്ന എല്ലാം പ്രധാനപ്പെട്ട ഡിസ്കോഴ്സുകളിലും നമ്മൾ കേൾക്കുന്നൊരു കാര്യം, നെഹ്റുവിൽ നിന്ന് അകന്നു പോകുന്നു. ശരിയാണ്. കാരണം നെഹ്റുവിൽ നിന്ന് അകന്നു പോവുക തന്നെ വേണം. കാരണം നെഹ്റു അടിമുടി പാശ്ചാത്യവൽകൃതമായ യൂറോസെൻട്രിക്കായ ഒരു ജീവിത രീതിയുടെയും ഭരണ സമ്പ്രദായത്തിൻ്റെയും പ്രവാചകനായിരുന്നു. അദ്ദേഹത്തെ സ്വാധീനിച്ചത് ഗാന്ധിക്ക് 1927 അദ്ദേഹം ഗാന്ധിക്ക് എഴുതിയ കത്തിൽ പറയുന്നു, എനിക്ക് ഈ അഹിംസയിലും ഹിന്ദു മുസ്ലിം ഐക്യത്തിലും ചർക്കയിലും കോട്ടേജ് ഇൻഡസ്ട്രിയിലൊന്നും യാതൊരു വിശ്വാസമില്ല. ഞാൻ അഹിംസയിലല്ല വിശ്വസിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് റഷ്യൻ സോഷ്യലിസത്തിലാണ്, ഞാൻ വിശ്വസിക്കുന്നത് പാശ്ചാത്യ സെക്കുലറിസത്തിലാണ്, ഞാൻ അതുകൊണ്ട് മതരഹിതമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, അദ്ദേഹം ദൈവനിഷേധിയും മതനിഷേധിയുമായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ആകാം. പക്ഷെ ഗാന്ധി അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദൈവനിഷേധികളല്ല. ഇന്ത്യയുടെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദൈവത്തിലും ആരാധനയിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം വിശ്വസിച്ച് ജീവിച്ചിരിക്കെ ദൈവനിഷേധിയായ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്ന ആ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ആ നെഹ്റു കൊണ്ടുവന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ഗാന്ധിയൻ പാരമ്പര്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഗാന്ധിയൻ പാരമ്പര്യമാണ് രാമനെ കണ്ടെടുക്കുന്നതും ആ രാമധാതുവിലൂടെ ഇന്ത്യയെ ഏകോപിപ്പിച്ചതും. അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നെഹ്റു ഒരു എല്ലാ ഇൻഫാലിബിളായ ഒരു എൻറ്റിറ്റിയാണ് എന്നൊരു തെറ്റിദ്ധാരണ ആർക്കുമില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ വച്ച് പുലർത്തുന്ന ഒരു ചെറിയ വിഭാഗം ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 99% ജനങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. മതമേതായാലും, ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ഇസ്ലാം ആയാലും പാർസി ആയാലും എല്ലാവരും മതത്തിലും അവരുടെ ആരാധനാലയത്തിലും അവരുടെ ദൈവത്തിലുമൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു പറഞ്ഞിരുന്നത്, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, ഞാൻ സെക്കുലറാണെന്നാണ്. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ അനീശ്വരം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈശ്വര നിഷേധമാണ് അതിൻ്റെ അടിത്തറ. ഈശ്വരനെ നിഷേധിച്ചുകൊണ്ട്, ഈശ്വരനിലൂടെ വരുന്ന മറ്റ് കാര്യങ്ങളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അദ്ദേഹത്തിനത് കഴിയും. പക്ഷേ നിങ്ങളിതിൻ്റെ വൈരുദ്ധ്യം കാണണം. ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ 99% ജനങ്ങളും ദൈവത്തിലും ആരാധനാലയങ്ങളിലും എല്ലാം വിശ്വസിച്ച് ജീവിച്ചിരിക്കെ അതിൽ നിന്നും ഭിന്നമായൊരു ജീവിത മാതൃകയാണ് അദ്ദേഹം പിന്തുടർന്നത്. അതാണ് അഭിലഷണീയം എന്നാണ് ഇവർ പറയുന്നത്. അതാണ് അഭിലഷണീയം എന്ന് ഇന്ത്യയിലെ 99% ജനങ്ങൾക്കും വിശ്വാസവുമില്ല. അപ്പോൾ 99% ജനങ്ങൾക്കും വിശ്വാസമില്ലാത്ത ഒരു ജീവിത രീതിയാണ് ഇന്ത്യയിൽ അഭിലഷണീയം. ആ ജീവിത രീതിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പിന്തുടരുന്നത്. അത് വേണം ഇന്ത്യയിൽ നിലനിൽക്കാനെന്നാണ് ഈ പറയുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ വക്താക്കൾ എന്ന നിലക്കുള്ളവർ പറയുന്നതും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ എന്നും ഇന്ത്യക്കെതിരായിരുന്നു. അവരെന്നും ഗാന്ധിക്കെതിരായിരുന്നു. അവരെന്നും ഇന്ത്യൻ ദേശീയ ബോധത്തിനെതിരായിരുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് ഇന്ത്യൻ സംസ്കാരത്തെ അവർ അംഗീകരിച്ചിട്ടില്ല, അവർ ആദരിച്ചിട്ടില്ല. ഇന്ത്യൻ സംസ്കാരത്തെ അംഗീകരിക്കാനോ ആദരിക്കാനോ കാറൽ മാർക്സ് തയ്യാറായിരുന്നില്ല. ഇന്ത്യൻ സംസ്കാരത്തെ അംഗീകരിക്കാനോ ആദരിക്കാനോ ലെനിൻ തയ്യാറായിരുന്നില്ല, സ്റ്റാലിൻ തയ്യാറായിരുന്നില്ല, മാവോ തയ്യാറായിരുന്നില്ല. ഇവർ പൊക്കിക്കൊണ്ടു നടക്കുന്ന ഒരൊറ്റ നേതാവും
ഇന്ത്യൻ സംസ്കാരത്തെ അംഗീകരിക്കാനോ ആ സംസ്കാരത്തിൽ മൂല്യങ്ങളുണ്ടെന്നോ ആ മൂല്യങ്ങൾക്കൊത്ത ജീവിതം മഹത്തരമാണോ എന്ന് കരുതാത്തവരാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തും ചെയ്യാൻ കഴിയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അതൊക്കെ ചെയ്യാം, അവരിപ്പോഴത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെയല്ലല്ലോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം അങ്ങനെയല്ലല്ലോ. അപ്പോൾ മഹാഭൂരിപക്ഷത്തിനെതിരെ നടക്കുന്ന ഈ ഒരു ജീവിത രീതിയാണ് അഭികാമ്യം എന്നാണ് ഈ കൂട്ടർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ രാമപ്രതിഷ്ഠയെ എതിർക്കുന്നത്, അതുകൊണ്ടാണ് അവർ അയോധ്യയെ എതിർക്കുന്നത്, അതുകൊണ്ടാണ് അവർ ആ ജീവിത സംസ്കാരത്തെ എതിർക്കുന്നത്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, അങ്ങനെ എതിർക്കപ്പെടുന്നവരെയെല്ലാം ജനങ്ങളും എതിർക്കുകയാണ്. കാരണം ഭാരതത്തിൻ്റെ പൊതുസമൂഹം ഒന്നാകെ ഒരു പ്രാണപ്രതിഷ്ഠയെ അത്രമേൽ സ്വാഗതം ചെയ്യുന്നതും ആഘോഷമാക്കുന്നതും അതിൻ്റെ ഉദാഹരണം തന്നെയാണ്. ഒപ്പം ഈ രാമരാജ്യം എന്നതൊരു ഭരണ മികവിൻ്റെ പൂർണ്ണതയാണ്. ആ ഒരു പൂർണ്ണതയാണ് ഭാരതം ഒന്നാകെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് പ്രതിപക്ഷം വല്ലാതെ ഭയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിക്കുകയാണ്. എല്ലാ തരത്തിലും സാമ്പത്തികമായാലും വാണിജ്യമായാലും വ്യാവസായിക രംഗത്തായി കഴിഞ്ഞാലും ബഹിരാകാശ രംഗത്തായി കഴിഞ്ഞാലും രാജ്യത്തിൻ്റെ ഒരു കുതിപ്പ് അത് മറ്റ് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു ലോക നേതാവായി അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അതിന് എത്രത്തോളം ഒരു ഉണർവായിരിക്കും ഈ ഒരു രാമരാജ്യം 500 വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും ഒരു അയോധ്യ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ, അതിൻ്റെ ആ ഒരു സമ്പന്നത വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ആ ഒരു ഉണർവ് എത്രത്തോളമായിരിക്കും ഭാരതത്തിന് ഒന്നാകെ നൽകുക? ഒരു വലിയ സംസ്കാരത്തിൻ്റെ വീണ്ടെടുപ്പാണ് നടക്കുന്നത്. അതൊരു ചെറിയ കാര്യമായിട്ട് കാണാൻ കഴിയില്ല. അയോധ്യയിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടായിരുന്ന മഹത്തായ ഒരു സംസ്കാരത്തെ നാം തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ആ സംസ്കാരത്തിൽ വലിയ മൂല്യവ്യവസ്ഥയുണ്ട് എന്ന് ലോകത്തോട് പറയുകയാണ് ചെയ്യുന്നത്. ആ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനജീവിതത്തെ കുറേ കൂടി ജീവിത യോഗ്യമാക്കി തീർക്കാൻ കഴിയും എന്ന് പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മോദിയുടെ ഗവേണൻസ് തന്നെ വ്യത്യാസമുണ്ട്. റെട്ടറിക് അല്ല, ഡെലിവറിയാണ്. വാചകങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സമ്പ്രദായത്തിൽ നിന്നും മാറി ആളുകൾക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഭരണ സമ്പ്രദായത്തേക്ക്, അതാണ് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത്. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഗ്യാരണ്ടി അല്ല, മോദി എന്ന മനുഷ്യൻ്റെ ഗ്യാരണ്ടി അല്ല. മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണ സംവിധാനം ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന രീതി എന്നാണ് അതിനർത്ഥം. ആളുകൾ അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാനതിനിങ്ങനെയാണ് കാണുന്നത്. അതെന്താ കാരണം? ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള വൈദ്യസഹായം, ഈ 5 അടിസ്ഥാന ആവശ്യങ്ങൾ ജനങ്ങൾക്ക് നേടിക്കൊടുക്കുന്നതാണ് ഭരണത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം എന്ന നിലക്ക് അതിനെ മുൻനിർത്തി പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതുണ്ട്. ശുദ്ധജലം എത്തിച്ചു കൊടുക്കുന്നുണ്ട്, വീടില്ലാത്തവന് വീട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, കൽക്കരി കത്തിച്ച് അതിൽ നിന്നുള്ള കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് നിത്യരോഗികളായി മാറിയിരുന്ന നമ്മുടെ സ്ത്രീകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉജ്ജ്വല യോജന കൊണ്ടുവരുന്നു, ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരുന്നു, നമ്മുടെ പരിസരം ശുചിയാക്കാനുള്ള സംവിധാനം കൊണ്ടുവരുന്നു. ഇതൊക്കെ പ്രായോഗികമായി കൊണ്ടുവരിക, ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എത്രയോ ലക്ഷം പേർക്കാണ്, എത്രയോ ലക്ഷം കർഷകർക്കാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സാമ്പത്തിക സഹായം കൊടുക്കുന്നു. അതിനു മുമ്പ് കർഷകർ ആദരിക്കപ്പെട്ടിട്ടില്ലല്ലോ. ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആ ജയ് ജവാനും ജയ് കിസാനും ആത്മാഭിമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഗവൺമെൻറ്റാണിത്. നിങ്ങളത് കാണാതിരിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, റെട്ടറിക്കല്ല, വാചോടാപങ്ങളല്ല, വാക്കുകളിൽ ഇങ്ങനെ പറഞ്ഞു എന്നതല്ല, പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുക. വാക്കുകളിൽ നിന്നും വ്യത്യസ്തമായി വാക്കുകളല്ലാതെ വാക്കുകളെ പ്രവൃത്തിയാക്കി മാറ്റിക്കൊണ്ട് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുന്നതിനെയാണ് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ആ മോദി ഗ്യാരണ്ടി ഉണ്ട്. ആ മോദി ഗ്യാരണ്ടിയാണ് വികസനം കൊണ്ടുവരുന്നത്. ഇന്ത്യയുടെ ലോക ചരിത്രത്തിൽ ഇത്രയും പേരുണ്ട്. 50 കോടി മനുഷ്യർക്ക് ബാങ്കിങ് സെക്ടറിൽ അക്കൗണ്ടുള്ള വേറെ ലോകത്തെ ഏത് രാജ്യമുണ്ട്? നിങ്ങൾ കാണിച്ചു തരൂ. 50 കോടി മനുഷ്യർക്ക്, 50 കോടി മനുഷ്യർ ബാങ്കിങ് സെക്ടറിൻ്റെ ഭാഗമായിട്ട് മാറി.
ഇക്കണോമിക് എംപവർമെൻറ്റിനെ കുറിച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ബാങ്കിങ് സെക്ടറിൽ, നിങ്ങളുടെ ബാങ്കിങ് സെക്ടറിൽ എത്ര പേരുണ്ട്, അവരുടെ പ്രസൻസ് ആണ് നോക്കേണ്ടതെന്നാണ്. ഇതാ ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നല്ല, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 50 കോടി ജനങ്ങൾക്ക് ബാങ്കിങ് സെക്ടറിൽ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അതാണ് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ശുദ്ധമായ കുടിവെള്ളം എല്ലാവർക്കും അവകാശമുണ്ട്, അത് എത്തിച്ചു കൊടുക്കുന്നു. അതാണ് മോദി ഗ്യാരണ്ടി. ആഹാരത്തിന് ഉറപ്പ് നൽകിക്കൊണ്ട് ഡോക്ടർ കെ. രാധാകൃഷ്ണൻ, താങ്കളിലേക്ക് തന്നെ വളരെ വേഗം നമുക്ക് തിരികെ എത്താം.